ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റണ പത്തിരിയും കൂടെ അതിനൊപ്പം കഴിക്കാൻ പറ്റണ ചിക്കൻ റോസ്റ്റ് ലെഗ് പീസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് 2 കപ്പ് നമ്മൾ ഇടിയപ്പം ആപ്പത്തിന് ഉപയോഗിക്കുന്ന അതേ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാന് അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കാൻ തുടങ്ങാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ തുടങ്ങാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് കട്ടകളാവണത് കാണാൻ പറ്റും. ഇനി നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇതിനെ ഒരു വാട്ടി കുഴച്ചെടുക്കാം. ചില ഭാഗത്തൊക്കെ ആവാത്ത പോലെ കാണും, അത് കുഴപ്പമില്ല, നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ വാട്ടി കുഴച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. നല്ല ചൂടോടെ തന്നെ അടച്ച് വെക്കണം. പിന്നെ നിങ്ങൾ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വെള്ളം കാണാൻ പറ്റും. അതിനെ നിങ്ങളൊന്ന് തുറന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് പിന്നെയും അടച്ച് വെക്കുക. കാരണം വെച്ചാൽ അതിൻ്റെ വെള്ളം ഇതിലോട്ട് വീഴാൻ പാടില്ല. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, നിങ്ങൾക്ക് ആവി പറക്കണ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കൈ അതിലോട്ട് മുക്കിയിട്ട് പതുക്കെ നമ്മളങ്ങ് കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെയും നല്ല ചൂടാണ് തോന്നുമ്പോൾ പിന്നെ ഒന്നും കൂടി കൈ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതിനങ്ങ് കുഴച്ചെടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ, അതേപോലെ കുഴച്ച് സോഫ്റ്റാക്കിയിട്ട് എടുക്കണം. ഇതേപോലെ അങ്ങ് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഒരു ചെറിയൊരു ഉരുള ഇതിന്ന് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ മാവും ഉരുട്ടിയെടുത്തിട്ട് പിന്നെ പരത്തിയാൽ മതി. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഇത് ഓരോ മാവുകളും എടുത്ത് ഉരുട്ടിയിട്ട് പിന്നെ നമുക്ക് പരത്തിയെടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഉരുട്ടിയെടുത്ത മാവിനെ കയ്യിൽ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇടിയപ്പ പൊടിയോ പത്തിരിപ്പൊടിയോ ഒന്ന് മുക്കി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ പൊടി മേലെ വെതറിയിട്ടിട്ട് നന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബൗളാണ് ഉപയോഗിക്കുന്നത്. ബൗളില്ലെങ്കിൽ പാത്രമോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നല്ലോണം പൊട്ടി തട്ടി ഇതേപോലെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഇതേപോലെ ഒന്ന് ഞാൻ കുഴച്ച് കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ളതിനെ നമുക്ക് ഇതേപോലെ എടുക്കുക, കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെയും അതിനെയും ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കുക, പരത്തിയെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പൊടി കുറച്ച് മേലെ വെതറി കൊടുക്കുക. പിന്നെ റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ബൗൾ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. എന്നിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ ഞാൻ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം പാൻ വയ്ക്കാൻ. പാൻ ഏകദേശം ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തിയിട്ടത് ഇട്ട് കൊടുക്കാം. പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പരത്തിയത് വെക്കാം. അതേപോലെ ഈ പത്തിരിയുടെ മേലത്തെ പൊടികളെല്ലാം നല്ലോണം തട്ടിക്കളയണം. അതിനുശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ പത്തിരിയെല്ലാം നല്ലപോലെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേപോലെ ബാക്കി സെറ്റ് നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഞാൻ കുറച്ച് പത്തിരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ചൂട് പോയതിന് ശേഷം നമുക്ക് കാസറോൾ ഇട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കാം. ഇനി പത്തിരിക്ക് വേണ്ടി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ലെഗ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്, 1 കിലോ. എന്നിട്ട് അതിന് നമ്മൾ വരഞ്ഞ് നല്ലോണം മസാല പുരട്ടിയെടുക്കാം. അതിനായി 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ.
ഇനി നമുക്ക് വലിയൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റായി ഞാൻ ഫ്രൈ ചെയ്യണു. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്കൊരു 4 ഉള്ളി, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴന്ന് വന്നാൽ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് 1 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, പിന്നെ 1 ടീസ്പൂൺ പെപ്പറും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. ഒരുപാടല്ല, ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. വഴന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി, നമ്മുടെ ചിക്കനൊന്നും പൊട്ടി പോവാണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ഇടുന്നില്ല കേട്ടോ, കാരണം വെച്ചാൽ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും. ഒരു 10 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കണം. കണ്ടിന്യൂസായി അടച്ചിട്ട് തന്നെ വേവിക്കരുത്, ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. എനിക്ക് ഏകദേശം 10 മിനിറ്റ് എടുത്തു ഒന്ന് ചിക്കൻ വെന്ത് കിട്ടാൻ. ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യണം. മല്ലിയില ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ലൈറ്റായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ലെഗ് റോസ്റ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടമായ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.